BJP ഞങ്ങൾ തമ്മിലാണ് മത്സരമെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ മത്സരം LDF UDF തമ്മിലാണ്. അങ്ങനെയല്ല എന്ന് EP ജയരാജൻ പറഞ്ഞു. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ലേ? നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഇല്ല പറഞ്ഞില്ല, പറഞ്ഞില്ല, ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കേരളീയ സമൂഹം മുഴുവൻ കണ്ടതല്ലേ, കേട്ടതല്ലേ? നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ മണ്ഡലങ്ങളിലെ മത്സരം LDF-ഉം BJP-യും തമ്മിലാണ്. പറഞ്ഞ കാര്യം കേൾപ്പിക്കുക. എന്തിന് ഞാൻ പറയിപ്പിക്കേണ്ട ആവശ്യമോ? ഞാൻ പറയിക്കേണ്ട ആവശ്യം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്താവന ആരുടെയും വായിൽ തിരിയണമെന്നുണ്ടാവും. ഒരിക്കലും ജീവിക്കുന്നത് EP ജയരാജൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്. EP ജയരാജൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ് BJP ഇവിടെ മത്സരം നടക്കുന്നത് LDF-ഉം BJP-യും തമ്മിലാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളാണോ പറഞ്ഞത്? EP ജയരാജൻ LDF-ന്റെ കൺവീനറാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങളെ ഞാനാ വർത്താനം പറയുന്നത്, നിങ്ങളല്ല. വസ്തുതകൾ നിങ്ങൾ പറയുന്ന അന്യായം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറെ വൃത്തികേട്, നിങ്ങൾ അത് എന്റെ അവകാശമല്ലേ? ഞാൻ നിർത്തി. കള്ളം പറയാനുള്ള അവകാശം നിങ്ങൾക്കുള്ളതാണ്. എടോ എന്ത് പിന്നെ ചാഴിക്കാടാ അല്ല ചാമക്കാല ചാമക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. താൻ പറയുന്ന സകല കള്ളവും സകല വൃത്തികേടും ഒരക്ഷരം കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്നാണ്. ഞാനതല്ല ചോദിച്ചത്. ചാമക്കാലെ ഞാനതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചതൊന്നുമല്ല. ഞാൻ ചോദിച്ചത്, ഞാൻ സംസാരിക്കുമ്പോ തനിക്ക് വർത്തമാനം പറയാൻ ആരാണ് അവകാശം തന്നത്? ഞാനതാ ചോദിച്ചത്. സംസാരിക്കുമ്പോ EP ജയരാജനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ താൻ എന്നും പറയാമെന്ന് കരുതി കളയരുത്. അല്ലെ, നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങൾ ഒരു മുന്നണിയിലാണ്. നെയിം കോളിംഗ് ഒക്കെ ഒഴിവാക്കി നമുക്ക് വിഷയങ്ങളൊക്കെ സംസാരിച്ചു പോവാം. ചാമക്കാലയായിട്ട് കുറെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കളവിന്റെ അങ്ങേത്തല പറയുന്ന ആളെ ചാമക്കാല. ഒരു കളവ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കളവ് താങ്കൾ പറയും. പക്ഷെ ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞ കളവ് EP ജയരാജനുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ചാമക്കാലെ ഞാൻ തന്നോട് ഒരു കാര്യം പറഞ്ഞത്. താങ്കൾ ഞാൻ എന്ത് പറയണമെന്ന് നീ സംസാരിക്കുക. നമ്മളൊരു രാഷ്ട്രീയ സംവാദമല്ലേ പ്രകാശ? നമ്മളൊരു രാഷ്ട്രീയ സംവാദമല്ലേ? നീ എന്നുള്ള വിളിയുണ്ടല്ലോ, രാഷ്ട്രീയ സംവാദമല്ലേ? രണ്ടുപേരും രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളാണ്. പ്രകാശ എന്റെ എല്ലാവർക്കും അറിയാം. നന്നായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് ഭൂകമ്പുണ്ടാവും. ചാമക്കാരുടെ വായ തുറന്ന് ഭൂകമ്പുണ്ടാവും. ചാമക്കാരുടെ വായ തുറന്നാലും ഒരു ഭൂകമ്പുണ്ടാവില്ല. അല്ല, ഞാൻ പറയുന്നത് രണ്ടുപേരും കേൾക്കും. വായ തുറന്നാലും ഒരു ഭൂകമ്പുണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് പാർട്ടികളുടെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളാണ്. ഇത് പ്രേക്ഷകരെല്ലാവരും കാണുകയാണ്. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. പരസ്പരം വഴക്കുണ്ടാക്കുന്നത് എന്തിനാ? രാഷ്ട്രീയം സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ബഹുമാന്യരായ നേതാക്കളാണ്, രണ്ട് ബഹുമാന്യ പാർട്ടികളുടെ നേതാക്കളാണ്. അപ്പൊ നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. വ്യക്തിപരമായി ഏറ്റുമുട്ടൽ വേണ്ട. പറയൂ. വിഷയത്തിലേക്ക് വരും. ഞാൻ ചാമക്കാല പറയുമ്പോ ഞാൻ അതൊന്നല്ല പറയുന്നേ. ഞാൻ ചോദിക്കുന്നത്, ചാമക്കാല പറയുന്നതിന് ഒരുപാട് കളവുണ്ട്, ഒരുപാട് അന്യായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പറയുന്നതാണ്. ആ പറയാൻ അവകാശമുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല. ഞാൻ പറയുമ്പോ അത് കളവാണെന്ന് കാര്യം പറയാൻ ഇയാൾക്ക് അവകാശം. അത് ഇന്നലെയല്ല.
ചാമക്കാല എല്ലാ ചർച്ചകളും സ്വീകരിക്കുന്ന നിലപാടത്. ചാമക്കാല മാത്രമല്ലല്ലോ കോൺഗ്രസിനോട് സംസാരിക്കുന്നത്, മറ്റൊരു ഒറ്റയാൾ സംസാരിക്കാറില്ല. ചാമക്കാല വിചാരിക്കണ്ട ചാമക്കാല ബിരുദനാണ് എന്ന്. ചാമക്കാല ആരാ? ഒരു രാഷ്ട്രീയ നേതാവല്ലാതെ. ശരി, ഓക്കെ. അതിനു മുമ്പ് ഇവിടെ ഞാൻ ഈ ചർച്ചയിൽ വന്ന് കളവ് പറയുന്നു എന്നാണ് ശ്രീ പ്രകാശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൻ്റെ ബഹുമാനം കൊണ്ടാണ് ഞാൻ ശ്രീ എന്ന് ചേർത്തത്. എന്നെ നീ എന്ന് വിളിച്ച ആളാണ്. ആയിക്കോട്ടെ. ഇവിടെ പ്രകാശൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കളവ് തിരുത്താനാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കളവാണ് എന്ന് ബോധ്യപ്പെടുത്താനും അത് സാക്ഷ്യപ്പെടുത്താനുമാണ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ കേരളീയ സമൂഹം മുഴുവൻ കേട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്നു. ഇ.പി. ജയരാജൻ പറഞ്ഞു LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന്. ഇ.പി. ജയരാജൻ പറഞ്ഞു LDF-ഉം പിന്നെ BJP-യുടെ സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന്. ഇ.പി. ജയരാജന്റെ ഞാൻ ചോദിച്ചല്ലോ, ഇ.പി. ജയരാജന്റെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ വാങ്ങിയില്ലെന്ന്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥരാകുന്ന എന്തിനാ ബളം വയ്ക്കുന്നത്? ആ ഉള്ള കാര്യങ്ങൾ ഞാൻ കളവാണോ പറഞ്ഞത്? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ല ഞാൻ ചോദിച്ചത്. അത് ചോദിക്കുമ്പോൾ ആദ്യം എടോ എന്ന് വിളിക്കുക, പിന്നെ താനെന്ന് വിളിക്കുക, അത് കഴിഞ്ഞ് എല്ലാ കടമ്പയും കഴിഞ്ഞിട്ട് നീ എന്ന് വിളിക്കുക. ഇതിനൊക്കെ നല്ല മറുപടി, വായിക്ക് രുചിയായി മറുപടി പറയാൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ. വായിക്ക് രുചിയായി എൻ്റെ തിരുവാ തുറപ്പിക്കേണ്ടെന്ന് വിചാരിച്ചില്ല. തെരഞ്ഞെടുപ്പാണ്, സാമാന്യ മര്യാദ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. അപ്പോൾ അതുകൊണ്ട് അത്തരം അഭ്യാസമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതൊക്കെ പഠിച്ചതേ പാടൂ. ഇതൊക്കെ പഠിച്ചു വന്നതിൻ്റെ പ്രശ്നമാണ്. മാഷെന്ന് കൂടെ എഴുതിയാൽ പോരാ, ആ ഒരു ഔന്നിത്യം കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് ശ്രീ പ്രകാശിനോട് സൂചിപ്പിക്കാനുള്ളൂ. ഔന്നിത്യം അത് പ്രവൃത്തിയിൽ ഉണ്ടാവണം. മാഷെന്ന് പേര് അക്ഷരത്തിൽ എഴുതിയാൽ അത് മാഷാകില്ല. അപ്പോൾ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഈ സംസ്ഥാനത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് BJP-ക്ക് രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുൻസിയിൽ അല്ലേ? ആ കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരമാണ്. ആ കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ കോൺസ്റ്റിറ്റ്യുൻസിയിൽ BJP ജയിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ഒ രാജഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരുന്നു. അന്ന് ശ്രീ ഒ രാജഗോപാലിന് ലഡു വരെ കൊടുത്താണ് BJP-യുടെ നേതാക്കന്മാർ. പക്ഷേ അവിടെ കൃത്യമായി നമ്മുടെ ശശി തരൂർ തിരിച്ചു പിടിച്ചു ആ നിയമമണ്ഡലം. ഒരു ഘട്ടത്തിലും BJP-ക്ക് അത് വിട്ടുകൊടുത്തില്ല. ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. അവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് CPI ആണ്, LDF ആണ്. വസ്തുതയല്ലേ? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അഭിലാഷ് അറിയാമല്ലോ, സ്റ്റാറ്റിക്സ് നോക്കിക്കോളൂ താങ്കൾ. തൃശ്ശൂരിൽ 2014 2019 എത്തിയപ്പോൾ BJP-ക്ക് 11% നിന്ന് 28% വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. അവിടെ എന്താ പറയുന്നത്, നമ്മുടെ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 11 നിന്ന് 28% വോട്ട് കൂടിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ശ്രീ TN പ്രതാപന് മുൻ വർഷങ്ങളിലേക്കാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. അവിടെയും വോട്ട് കുറഞ്ഞിട്ടുള്ളത് LDF-നാണ്. നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ ഇരിക്കെ ഇവിടെ തിരുവനന്തപുരത്ത് ഇനി ജയം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് BJP-യുടെയും RSS-ന്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ മിക്കവരും ഇവിടുന്ന് അവരുടെ ഷെഡൊക്കെ അടിച്ചുപൂട്ടി പോയത്. അത് തുറന്നു സമ്മതിച്ചത് നമ്മുടെ ശ്രീ ഒ രാജഗോപാൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ ശശി തരൂരിനെ ഇനി തോൽപ്പിക്കുക അസാധ്യമാണെന്ന് പറഞ്ഞ് നമ്മളാരുമല്ല, ഒ രാജഗോപാൽ തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു MLA ആയിട്ടുള്ള BJP-യുടെ ആദ്യത്തെയും അവസാനത്തെയും MLA ആയ ശ്രീ ഒ രാജഗോപാൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കെ ഈ സംസ്ഥാനത്ത് മത്സരം നടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും BJP-യും CPM-ഉം തമ്മിൽ മത്സരം നടന്നിട്ടുണ്ടോ? ശരി, എന്നിട്ട് പറയും നിങ്ങൾ BJP തമ്മിലാണെന്ന്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും എയറിലുണ്ട്. ഇ.പി. ജയരാജൻ ഈ സ്ഥാനാർത്ഥികളെ BJP സ്ഥാനാർത്ഥികളെ പൂഴ്ത്തി എന്നുള്ളത് അഭിലാഷ് നിഷേധിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം ഞാൻ അഭിലാഷിനോടായി. ഇവിടെ BJP-യും LDF-ഉം തമ്മിലാണ് മത്സരമെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടുള്ള അഭിലാഷ് സമ്മതിക്കുന്നുണ്ടോ? പിന്നെ അത് ഞാൻ പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ എന്റെ മേക്കിട്ട് കയറാൻ വരുന്നത്? ഞാൻ എന്തെങ്കിലും അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കുന്നേ. ശരി, ഓക്കെ. താങ്കൾ അസത്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന് എടോ പോടോ വാടോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് ഞാൻ അവസാനിപ്പിക്കാറ് തൽക്കാലം. ശരി, അവസാനിപ്പിക്കാം. നമുക്ക് ആ തർക്കം അവസാനിപ്പിക്കാം. നമ്മളിപ്പോ രാഷ്ട്രീയമല്ലേ ചർച്ച.